LG 21 ഇഞ്ച് അൾട്രാ സ്ലിമിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ടി വി ഡെഡാണ്. ടി വിയിലെ കംപ്ലൈൻറ്റ് ഫ്യൂസ് അടിക്കുന്ന കംപ്ലൈൻറ്റാണ്. അപ്പോൾ നല്ലോണം പൊടിയും വലയൊക്കെ കയറിയിരിക്കുകയാണ് നല്ലോണം. അപ്പോൾ നല്ല എന്താണ് ഇത് ക്ലീനൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കിയിട്ട് ഇനി ക്ലീൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇപ്പോൾ റെഡിയാക്കാനാണ് പോകുന്നത്. അപ്പോൾ മീറ്റർ ബസറിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഫ്യൂസ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഫ്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബസർ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഫ്യൂസ് വീണ്ടും ഇളക്കിയെടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബസർ ഒന്നും കേൾക്കുന്നില്ല. ഫ്യൂസ് പോയിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂസ് പോകണമെങ്കിൽ ചുമ്മാ അങ്ങ് പോകില്ല. 99% ഈ STR ഡയോഡുകളൊക്കെ കംപ്ലൈൻ്റ് ആയിക്കൊണ്ട് ഈ ഫ്യൂസ് പോണ കംപ്ലൈൻറ്റ് വരും. അല്ലാത്ത ഒരു 1% മാത്രമാണ് ഫ്യൂസ് മാത്രമായിട്ട് പോയിരിക്കുന്നതും വേറെ ഫ്യൂസ് ഇടുമ്പോൾ വർക്കാവുന്നതും. ഇതിപ്പോൾ എന്താണ്, ഫ്യൂസ് അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പവർ സപ്ലൈയുള്ള ഡയോഡുണ്ട്, ഒരു മെയിൻ ഡയോഡ്. സാധാരണ 4 ഡയോഡായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു ഒറ്റ ഡയോഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയോഡ് മാറണം. അപ്പോൾ ഈ ഡയോഡ് പോയിട്ടുണ്ടെങ്കിൽ STR ഉറപ്പായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ STR ചെക്ക് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും STRും ഇവിടെ വേറെ മാറ്റണം. പിന്നെ പവർ സപ്ലൈക്കകത്ത് 1-2 ഡയോഡുണ്ട്. ഒരു സെനർ ഡയോഡ്, പിന്നെ 2 നോർമൽ ഡയോഡ്. അതിപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. അത് ചെക്ക് ചെയ്യുമ്പോഴെന്താണ് വേറെ ഷോർട്ടുള്ളതൊന്നും കാണിക്കുന്നില്ല. ഷോർട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡും ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതായാലും ഡയോഡും STRും മാറ്റണം. ഇവിടെ ഇപ്പോൾ പവർ സപ്ലൈ ഡയോഡ് ഊരി, STR ഊരി, പിന്നെ ഇതാ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡും ഊരിയിട്ടുണ്ട്. പിന്നെ HOT ഊരി ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. HOT ബോർഡിൽ വെച്ചുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടായിട്ടാണ് കാണിച്ചത്. സംഭവം HOT ഊരിയുടെ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ടല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുമ്പോൾ ബസർ കേൾക്കുന്നുണ്ട്, അതിനർത്ഥം ഷോർട്ടാണ്. അപ്പോൾ ഈ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ് ഷോർട്ടായിരുന്നുകൊണ്ടാണ് HOTും ഷോർട്ടായതുപോലെ നേരത്തെ സൗണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ ഇവിടെ കാണിച്ചിട്ടില്ല. അതിൽ HOT ചെക്ക് ചെയ്യാണ്. ഷോർട്ടൊന്നുമില്ല, HOTൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ഏതായാലും പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ്, മെയിൻ പവർ സപ്ലൈ ഡയോഡ്, STR ഇത്രയും വേറെ ഇടണം. അപ്പോൾ എന്തായാലും പുതിയതല്ല ഇടുന്നത്, പഴയത് തന്നെയാണ്. പഴയതായാലും വർക്കിംഗ് ആണ്. അപ്പോൾ ഇത്രയും മാറ്റിയിട്ട് ഇനി ഓൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ STR, പവർ സപ്ലൈ ഡയോഡ്, HOT എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ HOT മാത്രം ഊരിയതിൽ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇത് നേരത്തെ ഇതിലൊന്ന് ഊരിയ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡാണ്. ഇതിപ്പോൾ ഷോർട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ വേറെ ഏതായാലും ഇട്ടിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് ഇതാ റീഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഷോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ STR എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓൺ ചെയ്ത് നോക്കണം. പിന്നെ ചിലതൊക്കെ എന്താണ് ഈ റെസിസ്റ്റൻസും പോയിട്ടുണ്ടാവും ഈ പവർ സപ്ലൈക്കകത്ത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫീസ് ഇട്ടിട്ട് ഓൺ ചെയ്യുമ്പോൾ ഫീസ് അടിക്കൂല, വീണ്ടും ഫീസ് അടിക്കൂല. പക്ഷേ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിട്ട്, അതായത് കപ്പാസിറ്ററിൽ വോൾട്ടേജ് നിൽക്കും. അപ്പോൾ ഫീസ് അടിക്കുന്ന കംപ്ലൈൻറ്റിന് എന്താണ് ഈ കപ്പാസിറ്ററിൽ, അതും പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഈ കപ്പാസിറ്ററിൽ വോൾട്ടേജ് നിൽക്കത്തില്ല. പക്ഷേ ഇതിപ്പോൾ ഇട്ടിട്ട് റെഡി ആയില്ല എങ്കിൽ കപ്പാസിറ്ററിൽ വോൾട്ടേജ് നിൽക്കുക. അതിനർത്ഥം പവർ സപ്ലൈയിൽ ഏതോ റെസിസ്റ്റൻസോ കപ്പാസിറ്ററോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നാണ്. ഏതായാലും ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോർഡ് പഴയതുപോലെ തന്നെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നല്ല പൊടിയും വലയൊക്കെ ഉണ്ട്. ഏതായാലും നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം. യെസ്, കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് ഗ്രെയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡ്, മെയിൻ പവർ സപ്ലൈക്കകത്തുള്ള ഡയോഡും STR മാത്രമായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഏതായാലും കംപ്ലൈൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. കണ്ടീഷനായി TV.